എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇരിക്കുന്ന ഓർത്തിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുക. പക്ഷേ പറയാൻ പോകുന്ന കാര്യങ്ങൾ സന്തോഷകരമാണോ എന്ന് നിങ്ങൾ പിന്നീട് തീരുമാനിക്കാം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സമയം എന്താണെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ്, ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം അടുത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. ഇനി പ്രാർത്ഥനാകാലത്തെ നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ ആ ചിന്ത എന്തുമാത്രം ആഴമേറിയതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ട സമയം കൂടിയാണ്. ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഡു യു നോ ഹൂ യു ആർ യു? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ചോദിച്ചാൽ മോനച്ചൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ രാവിലെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ്. ആ ചോദ്യത്തിന് ഒത്തിരി പ്രസക്തി ഉണ്ടല്ലേ. സാധാരണ ഒരാളങ്ങനെ ചോദ്യം ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, മണ്ടനിലയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ പേരുക്കട, അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ തക്ക സ്ഥലത്ത് വന്ന്. ഹല്ലേലൂയ. അത് പ്രസക്തമായ ചോദ്യമൊന്നുമല്ല, ആരും അങ്ങനെ ചോദിക്കാറില്ല. ഡു യു നോ വാട്ട് യു ആർ അല്ലെങ്കിൽ ഹൂ യു ആർ എന്ന് ആരും ചോദിക്കാറില്ല. പക്ഷേ ബൈബിളിക്കലി ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഈ അടുത്ത കാലത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. നമ്മളെല്ലാവരും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മിടുക്കരാ അല്ലേ? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻട്രൊഡക്ഷൻ ലോകപരമായ ഇൻട്രൊഡക്ഷനാണ്. പക്ഷേ ബിബ്ലിക്കൽ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും എന്നറിയണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഹൂവാമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യഹോവയ്ക്ക് ഉള്ളതാകുന്നു. ഭൂമിയും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. എൻ്റെ അതോറിറ്റി, എൻ്റെ ഉടയവൻ, മൈ ഓണർ ഈസ് ഗോഡ് ഹിംസെൽഫ്. എന്ത് മഹത്തരമായൊരു വാക്യമാണ്. ദൈവം എൻ്റെ ഉടയവനാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൊരിന്ത്യർ ലേഖനത്തിന് ഇങ്ങനെയാ പറയുന്നത്, 6:19-20, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? യു ഹാവ് ബീൻ ക്രിയേറ്റഡ്. നിങ്ങളെ സൃഷ്ടിച്ചത് ലോകത്തിൽ ഇങ്ങനെ അടിച്ചു പിടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല, എൻ്റെ പരിശുദ്ധാത്മാവിനെ വസിപ്പിക്കുവാൻ വേണ്ടി ഒരു വാസസ്ഥലമായി എൻ്റെ നിങ്ങളുടെയും ഈ ശരീരത്തെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കഥ മാറുക. ഞാൻ എനിക്കുള്ളതാണ്, ഞാൻ ലോകത്തിലുള്ളതാണ്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മകനാണ് ഞാൻ. എനിക്ക് ഈ ലോകത്തിൽ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ ഇങ്ങോട്ട് ആക്കിയത്. എല്ലാത്തിൻ്റെ മേൽ വാഴാനാണ്. ശരിയാണ്, വാഴാൻ തന്നെയാണ്. ആ വാഴ്ച ഏതറ്റം വരെ നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ചോദ്യം. പരിശുദ്ധാത്മാവിന് ഇരിക്കുവാൻ ഉള്ള ഇടം, ദാറ്റ്സ് മൈ ബോഡി. അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ നമ്മുടെ ഉടയവനാണ്, ഈസ് ദ ഓണർ. 2, അവൻ്റെ ആത്മാവിന് ഇരിക്കാനുള്ള ശരീരമാകുന്നു നിന്റെ ഇടമാകുന്നു നിന്റെ ശരീരം. അതേസമയം 1 പത്രോസ് 2:9 ഇങ്ങനെ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഹല്ലേലൂയ. വാട്ട് എ ലേബൽ! എന്തോ ഒരു അഡ്രസ് എന്ന് വെച്ചാൽ രാജകീയ പുരോഹിത വർഗം. രാജാവും പുരോഹിതനുമായിട്ട് മൽക്കീസേദെക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് കൊടുത്ത വാഗ്ദത്തമാണ്. അത് യേശു കർത്താവ് കാൽവറിയിൽ എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് വെച്ച് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ അതിന് എലിജിബിൾ ആണോ? നമ്മൾ അതിനോട് ചേരുന്നുണ്ടോ? അതിനോട് ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഗലാത്യർ 4:6-7 ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്തെ അത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്തിൻ അവകാശം. ഇതൊക്കെയാണ് ബൈബിളിൽ എന്നെയും നിങ്ങളെ കുറിച്ച് പ്രിയമുള്ളവരെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഓരോ അർത്ഥവ്യാപ്തിയിലേക്ക് പോയാൽ നമ്മൾ എന്തുമാത്രം അതിന് ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ.
നമുക്കറിയാം, ഇതെല്ലാം നമുക്കറിയാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നവരാണ്. യു ആർ ദ എസ്റ്റീംഡ് പൊസഷൻ ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. ദൈവത്തിന്റെ വിലപിടിപ്പുള്ള എന്താണ് ഒരു 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 വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഞാനും നിങ്ങളും, അല്ലെങ്കിൽ അവന്റെ ഏറ്റവും വിലയേറിയ വസ്തുവാണ് നമ്മൾ. ഹല്ലേലൂയ. യോഹന്നാൻ 10:27-29 പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. പിതാവായ ദൈവം പറയുന്നു, നീ എൻ്റെ പൊസിഷനാണെന്ന്. പുത്രനായ യേശു പറയുന്നു, എൻ്റെ ആടുകൾ അവരെ ഞാൻ ഹോൾഡ് ചെയ്യുന്നു. ഞാൻ ഹോൾഡ് ചെയ്യുന്ന പോലെ പിതാവും അവരെ ഹോൾഡ് ചെയ്യുന്നു. ഡബിൾ ലോക്കിലാ, ഡബിൾ പ്രൊട്ടക്ഷനാ എന്നെയും നിങ്ങളെയും കർത്താവ് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെയും നിങ്ങളെയും പിതാവാം ദൈവവും പുത്രനായ കർത്താവും ദൈവവും നമ്മളെ ഒന്നിച്ച് എടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സെക്യൂർ ആണ് നമ്മൾ. ബട്ട് നമുക്ക് ആ ഫീൽ ഉണ്ടോ? നമ്മൾ സെക്യൂർ ആണെന്നൊരു ഫീൽ ഉണ്ടോ? ഈ ലോകത്തിൽ നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലിലാണോ നമ്മൾ നിൽക്കുന്നത്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇറ്റ് ഇസ് നോട്ട് ലാംബ്, ഇറ്റ് ഇസ് ഷീപ്പ്. കുഞ്ഞാടല്ല. അതെന്താ കുഞ്ഞാടല്ലാത്തത്? ആട് ശബ്ദം കേൾക്കും, കുഞ്ഞാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓടും. ആൻഡ് ഗോഡ് ഇന്റൻഡ് us to be, നമ്മൾ ആടായി മാറാൻ വേണ്ടി ഹല്ലേലൂയ അവൻ ശ്രമിക്കുന്നു. അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യെശയ്യാ 40:11 ഇങ്ങനെയാ പറയുന്നത്, ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വയ്ക്കുകയും തള്ളയെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. ടെൻഡർ ലവ് ആൻഡ് കെയർ ഓഫ് ഗോഡ്. കുഞ്ഞാടിനെ കാത്ത് പരിപാലിക്കുന്ന പോലെ നമ്മളെ കാത്ത് പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു ആടായി മാറാൻ, അവന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തിത്വമായി മാറാൻ, അവന്റെ ശബ്ദം കേൾക്കുന്ന അനുസ്മരണയുള്ള ഒരു ആടായി മാറുവാൻ വേണ്ടി, അവന്റെ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടായി മാറുവാൻ. അതിനു വേണ്ടി അവൻ ചൊരിയുന്നത് അവന്റെ കൃപ. ടു ട്രാൻസ്ഫർ us, നമ്മളെ ഒരു ആട്ടിൻകുട്ടിയിൽ നിന്ന് ഒരു ആടായി, അനുസരണയുള്ള ഒരു ആടായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ചേഞ്ച് ദ ഡയമെൻഷൻ, അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഒരാട് എന്ന കാഴ്ചപ്പാടിലേക്ക് മാറുവാൻ കർത്താവ് വളരെ അധികം ആഗ്രഹിക്കുന്നു. ആൻഡ് ഹി ഈസ് പ്രിപ്പയറിംഗ് us, ഹി ഈസ് എക്വിപ്പിംഗ് us. ഹല്ലേലൂയ. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മൾ ആരായിരിക്കണം എന്നതിന് വേണ്ടിയാ. ഇതല്ല എൻ്റെ വിഷയം, ഇതൊന്ന് റിമൈൻഡർ മാത്രമായിരുന്നു. എൻ്റെ വിഷയം, അങ്ങനെ മാറുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ? അങ്ങനെ ആവുവാൻ നമ്മൾ തയ്യാറാണോ? എന്താണ് വേ ഔട്ട്? അങ്ങനെ ആവാൻ എന്താണെന്നെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണം. ഇതാണ് നമ്മുടെ പൊസിഷൻ, ഇതാണ് നമ്മുടെ അഡ്രസ്സ്. ഇന്ന് നമ്മൾ ഈ അഡ്രസ്സ് ഇതാണോ നിൽക്കുന്നത്, അതോ അതിന് താഴെയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ, താഴെയാണെങ്കിൽ അങ്ങോട്ട് കയറാൻ, ടു ascend towards that position, what we have to do, ഒറ്റ വാക്കേ ഉള്ളൂ, റിപ്പന്റ്. റിപ്പന്റൻസ് എന്ന ഒറ്റ വാക്കേ അവിടെയുള്ളൂ. എല്ലാം അവൻ കാൽവരിയിൽ വില കൊടുത്തതാ, മുഴുവൻ അവൻ നിവൃത്തിയാക്കിയതാ. അത് കഴിഞ്ഞും അവന്റെ ഗ്രേസ്, അവന്റെ കൃപ നമ്മുടെ മേലുള്ളത് ഹല്ലേലൂയ റിപ്പന്റൻസിന് വേണ്ടി മാത്രമാ. നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ പാപങ്ങൾ, അതിനെ ഓർത്ത് റിപ്പന്റ് ചെയ്യുക എന്ന് വീണ്ടും വീണ്ടും കർത്താവ് ആവശ്യപ്പെടുക. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് ഒരു നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്, ഞാൻ ഒന്ന് വായിക്കാം. റിപ്പന്റൻസ് ഈസ് കമ്മിങ് ബാക്ക് ടു ദ ഹയർ റെലം ഫ്രം വേർ യു ഹാവ് ഫോളൻ. നീ വീണുപോയ ഉന്നതമായ ആ സ്ഥലത്തേക്ക് നിന്റെ മടക്ക് യാത്രയാണ് റിപ്പന്റൻസ്. ഹല്ലേലൂയ. നമ്മുടെ ആ റെലം എന്തായിരുന്നു മനസ്സിലാക്കണം. ആദാം ഇരുന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കണം. ആ ദൈവത്തിന്റെ അനോയിന്റിങ്ങിൽ, അവന്റെ അധികാരത്തിൽ, അവന്റെ പവറിൽ അത് അവനെ ആക്കി വെച്ചു. അവിടുന്ന് അവൻ താഴെ വീണു, ഞാനും നിങ്ങളും താഴേക്ക് വന്നു. God wants us to be back with him. അവൻ എവിടെ ആക്കി വെച്ചോ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് സ്വന്തം പുത്രനെ അവൻ കാൽവരിയിൽ നമുക്കായിട്ട് ബലിയാക്കി. അവൻ ജീവൻ വെച്ചു, അവന്റെ ചോര അവൻ കൊടുത്തു, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു. We are purchased by the blood of Jesus Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. പിതാവിന്റെ പൊസിഷൻ ആയിരുന്നവരാ, ദൈവത്തിന്റെ കയ്യിലിരുന്നവനാ. പിശാചിന്
ഇടം കൊടുത്തപ്പോഴേക്ക് നമ്മൾ താഴേക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഹല്ലേലൂയ യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടും വിലയ്ക്ക് വാങ്ങപ്പെട്ടു. 2 അതോറിറ്റിയാണ് നമ്മുടെ മേലുള്ളത്. 1 അവന്റെ പൊസഷൻ, 2 വിലയ്ക്ക് വാങ്ങപ്പെട്ടു. ഇനിയും വി നീഡ് റിപ്പന്റൻസ്. ഹല്ലേലൂയ. എന്തൊരു ദയനീയ അവസ്ഥയാണ്. ഹല്ലേലൂയ. ഒരാളുടെ പൊസഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ അധികാരത്തിൽപ്പെട്ടതാ. അതിനകത്ത് വേറെ ആൾ ട്രസ്പാസ് ചെയ്യത്തില്ല. ട്രസ്പാസ് ചെയ്താൽ ഞാൻ അറിയണം. ഞാൻ അറിയാതെ ആരെങ്കിലും ട്രസ്പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പം അത്. ഹല്ലേലൂയ. ഞാനാ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് ട്രസ്പാസിങ് ഈസ് ഓൺ ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. Why should we repent? To get back to the authority and the power and the anointing God has given us. നമുക്ക് തന്നിരുന്ന അവന്റെ അനോയിന്റിങ്ങിലും അവന്റെ പരിശുദ്ധിയിലും അവന്റെ പവറിലും അവന്റെ അധികാരത്തിലും നമ്മളായി തീരുവാൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇത് 3 നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ദ പവർ, അനോയിന്റിങ് ആൻഡ് അതോറിറ്റി. ഇല്ലെങ്കിൽ വി ആർ സ്റ്റിൽ ഹോൾഡിംഗ് ഓൺ ടു ഗ്രേസ്. കൃപയിൽ മാത്രമാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഹല്ലേലൂയ. കൃപയിൽ മാത്രമാണ് നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്ന 9 കൃപാവരങ്ങളുണ്ട്. അത് ഏതൊരു വിശ്വാസിക്കും ഉപയോഗിക്കാം. അവനെ പ്രാർത്ഥിച്ചത് കയ്യിലാക്കാം, അവനത് ഉപയോഗിക്കാം. അതിനപ്പുറം വേറൊരു റലമുണ്ട്. ആ റലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് ശോധന ചെയ്യും, നിന്നെ ഒന്ന് ശരിക്കും ഒന്ന് നോക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് നീ അതിന് ക്വാളിഫൈ ചെയ്യുന്നതാണോന്ന് ഒന്ന് നോക്കും. കഷ്ടവും ഹല്ലേലൂയ ദുരിതവും പാടും ജീവിതത്തിലെ അവസ്ഥകളും രോഗവും എല്ലാം കടന്നു വരും. അണ്ടർസ്റ്റാൻഡ്, യു ആർ ഗോയിങ് ടു ഷിഫ്റ്റ് യുവർ റലം. ഈ രോഗം നിന്റെ മരണത്തിനല്ല, മറിച്ച് നിന്റെ ഉയർച്ചയ്ക്കും നിന്റെ സാക്ഷ്യത്തിനുമായിട്ട് മാറും. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഗെറ്റ് ബാക്ക് ടു ദ അതോറിറ്റി ആൻഡ് പവർ വിച്ച് വി ലോസ്റ്റ് ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ. വചനം പറയുന്നത് എങ്ങനെയാണ്? യേശു കർത്താവ് തന്നെ പറഞ്ഞതാണ്, റിപ്പന്റ് ഓർ പെരിഷ്. മാനസാന്തരപ്പെടൂ അല്ലെങ്കിൽ നശിക്കൂ. വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്. ഇത് അധികം ആരും പറയത്തുമില്ല, പഠിപ്പിക്കത്തുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസ് 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ മാർക്കുണ്ട്. ലൂക്ക് 13, 1 മുതൽ 5 വരെ. ആ സമയത്തു തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നുവെന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. വായിക്കാൻ സുഖകരമുള്ളതല്ല, കേൾക്കുവാനും സുഖകരമുള്ളതല്ല. യേശു കർത്താവിന്റെ മുമ്പിൽ 2 ഇൻസിഡൻസ് വരുക. 2 ഇൻസിഡൻസ്, 2 ട്രാജഡി, അതിന്റെ വിവരം വരുക. ലുക്ക് ഹൗ ഹി റിയാക്റ്റഡ്. കർത്താവ് എങ്ങനെ റിയാക്ട് ചെയ്തത്? He wasn't sympathetic, he wasn't empathetic. ഹല്ലേലൂയ. 2 ട്രാജഡി. ഒന്ന്, എങ്ങനെയാ കാണുക? അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ ചെയ്ത് കൂട്ടിയ ഒരു ക്രൂരത നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ടോ? ഇനി അതുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടം ഏതാണെന്ന് ചിന്തിക്കാൻ പറഞ്ഞത്. അധികാരവർഗത്തിന്റെ പീഡനം, അവരുടെ യാഗങ്ങളിൽ ഗലീലക്കാരുടെ രക്തം കലർത്തി നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടോ? ഇറ്റ്സ് ഹാപ്പനിങ്. 2, ഹല്ലേലൂയ, ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു. ഹല്ലേലൂയ. എത്ര പേരാ മരിച്ചത്? 18 പേർ മരിച്ചു. സഭയോട് കർത്താവ് അതാ വിളിച്ചു പറയുന്നത്. ഈ സമയത്ത് നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ചിന്തിച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ 2 എക്സാമ്പിളും വളരെയധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് സമയം, ഇതാണ് കാലം. ഈ കാലത്ത് നിന്നുകൊണ്ട് റിപ്പന്റൻസ് എന്നൊരു വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, അത് ഇനിയും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ്.
വി ഹാവ് ടു റിപ്പൻഡ് ഫോർ എവ്രിതിങ്. ഒന്ന് ആലോചിച്ച്, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ റിപ്പൻറ്റൻസ് ആവശ്യമുണ്ടോ? ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, ഗുഡ് വിത്ത് എനിബഡി. പക്ഷേ ചെറിയ കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ഭാഗ്യനാട്ടിൽ പോകാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. ഞാൻ അടുത്ത കാലത്ത് വളരെയധികം ചിന്തിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു സഹോദരി, എൻ്റെ കസിനാണ്. ഞങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പുള്ളിക്കാരി എനിക്കൊരു വീഡിയോ ഇട്ടു, പിന്നെ ട്രിവാൻഡ്രം 2050 എന്നിട്ട് തമ്പാനൂരിൻ്റെ മണ്ടക്കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതും ബോട്ട് പോകുന്നതും ഒക്കെ കാണിച്ചൊരു വീഡിയോ. ഞാൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി, ഹല്ലേലൂയ. 2050 കുറിച്ച് ആലോചിക്കാൻ വരട്ടെ, 2025 അപ്പുറം ഒന്ന് ആലോചിക്കുക. കർത്താവ് വരാൻ സമയമായി, ഒരുങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടു. പക്ഷേ ആക്ച്വലി ആ പുള്ളിക്കാരി എനിക്ക് അയച്ചു എന്ന് ഞാൻ ധരിച്ചത് അത് ആക്ച്വലി ഗ്രൂപ്പിൽ കിടന്നതാണ്. ഞാൻ ഈ പോസ്റ്റ് ചെയ്ത് ഗ്രൂപ്പിലായി പോയി. എന്നെ മറുപടി ഗ്രൂപ്പിലാണ് പോയത്. അതിനകത്താണെങ്കിൽ ഞങ്ങൾ ഓർത്തഡോക്സുകാരാ, അറിയാമായിരിക്കുമല്ലോ. കുറച്ച് പേരും ഞങ്ങൾ 3 പേരേ ഉള്ളൂ അതിനകത്ത് രക്ഷിക്കപ്പെട്ടെന്ന് പറയാം. എല്ലാവർക്കും ദൈവം വേണം, കാര്യസാധനത്തിന്റെ ദൈവം. തുറന്ന് പറയാം, നിങ്ങൾ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ മറുപടി ഒന്നും കൊടുത്ത് നിങ്ങൾ ഇപ്പൊ തുറന്ന് പറയുക, റിപ്പന്റ് ഓർ പെരിഷ്. അവർ പറഞ്ഞു, 2 പേര് എന്നിട്ട് കമന്റ്, ഞങ്ങൾ ഇപ്പോഴേ റെഡിയാ പോവാനെന്ന്. ഞാൻ പേടിച്ചു പോയി. ദൈവമേ, ഞാൻ സൗകര്യം വിളിച്ചു. ഞാൻ വേണ്ടി കൊച്ച ഇങ്ങനെ 2 പേര് അവൾ ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല, ദൈവം എന്താന്ന് പോലും അറിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. ദേ ആർ റെഡി ടു ഗോ ടുഡേ. ആയിരിക്കാം, ശരിയായിരിക്കാം. പക്ഷെ അവരുടെ പ്രവൃത്തി കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നു, ഹല്ലേലൂയ, ദേ ആർ ഗോയിങ് ടു മിസ് ദ ബസ്. ഹല്ലേലൂയ. ആൾക്കാർക്ക് അറിയില്ല, അവരെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന റെഡി, വാട്ട് യു ആർ ഡൂയിങ് ഇസ് ഗുഡ്. ആ ഗുഡ് ഇവിടെയാണ്, ദൈവസന്നിധിയിൽ ഗുഡല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ മീറ്റിങ്ങിന് ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞു. ആ മീറ്റിങ്ങിന് മുമ്പ് ഞങ്ങളോട് സ്ഥിരം വരുന്ന ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി കറക്റ്റ് 10:30 മുമ്പ് എത്തും. അന്ന് ആൻറ്റി വന്ന് 10:45. ഞങ്ങൾ വെയിറ്റ് ചെയ്തു ആൻറ്റിക്ക് വേണ്ടി. ആൻറ്റി വന്ന ഉടനെ എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ തിരിച്ചു കൊടുത്ത ഗുഡ് ആഫ്റ്റർനൂണാണ്. ആൻറ്റിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. സിമ്പിളാ, വളരെ സിമ്പിളായിട്ടാ കൊടുത്തത്. പിന്നീട് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ, എൻ്റെ വായിന്ന് പോയതെന്താ? ഞാൻ ആക്ച്വലി ആൻറ്റിയെ ഇൻസൾട്ട് ചെയ്തതല്ലേ? അങ്ങനെ ആൻറ്റിക്ക് തോന്നിയാൽ ഞാൻ റിപ്പൻറ്റ് ചെയ്യണോ വേണ്ടേ? സിമ്പിളാ ഞാൻ പറയുന്നത്. റിപ്പൻറ്റ് ചെയ്യണോ വേണ്ടേ? ഏറ്റു പറയണോ വേണ്ടേ? അപ്പൊ തന്നെ ഏറ്റു പറഞ്ഞു. ഇതാണ് പാപം. ഈ നമ്മൾ അറിയില്ല, ഈ നമ്മൾ കാണില്ല, ഈ നമ്മൾ മറന്നുപോകും. ഇത് ദൈവസന്നിധിയിൽ മാർക്കിടുമ്പോൾ യു ആർ ഔട്ട്. ചെറിയ കാര്യമാ. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതെ തമാശ പറയാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. തമാശ എന്തുമാത്രം പറയുന്നുണ്ട്. ഞാൻ കോറിലേക്ക് വരിക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ മാസം ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ ഒരു പ്രോഗ്രാമിന് പോയായിരുന്നു. ഞങ്ങൾ 4 പേരെ ഇവിടുന്ന് പോയത്. ഫ്ലൈറ്റിലാണ് പോയത്. ട്രിവാൻഡ്രത്തുനിന്ന് ഫ്ലൈറ്റിൽ പോകണം, മദ്രാസിൽ നിന്ന് ചേഞ്ച് ഓവർ ചെയ്യണം. ബാഗേജ് എല്ലാം പാക്ക് ചെയ്തു. ഒരു വലിയ ബാഗുണ്ട്, ഇറ്റ്സ് അറൗണ്ട് 13.5 kg. ഗുഡ്. കാർഗോയിൽ പോകും. ഒരു ക്യാബിൻ ബാഗുണ്ട്, ഒരു കമ്പ്യൂട്ടർ ബാഗുണ്ട്. റൈറ്റ്. തലേ ദിവസം വൈകുന്നേരം അവരുടെ മെസ്സേജ് വന്നു, നിങ്ങളുടെ ഇന്ത്യൻ ഐറ്റം ഇന്ത്യൻ്റെ ബാഗിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ കൺഫ്യൂഷനായി. എല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ വീണ്ടും തുറന്നു. പെട്ടെന്നൊരു ബുദ്ധി തോന്നി, ഈ കാർഗോ മിസ് ചെയ്താൽ അവിടെ പോയിട്ട് പിന്നെ തുണിയെല്ലാം ഒന്നേന്ന് വാങ്ങിക്കണ്ടേ. അതുകൊണ്ട് ഒരു ദിവസത്തേക്കുള്ള പാൻറ്റും ഷർട്ടും ബനിയനും എല്ലാം അന്ന് സെറ്റപ്പിനുള്ളതെല്ലാം ഇതിനകത്ത് പാക്ക് ചെയ്തു. എന്നിട്ട് റീപാക്ക് ചെയ്തപ്പം എൻ്റെ ഷേവിങ് കിറ്റ് വലിയ ബാഗിൽ നിന്ന് എടുത്ത് ക്യാബിൻ ബാഗിലേക്ക് മാറ്റി വെച്ചു, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ 4 പേര് എയർപോർട്ടിൽ ചെന്നു. സ്കാനറുണ്ട്, മെക്കാനിക്കൽ സ്കാനർ, അറിയാമല്ലോ. അവർ 3 പേരും കയറി എന്നെ പൊക്കി. കാര്യം ഞാൻ ആകെ വരേണ്ടി പോയി. ദൈവം നാണക്കേടുമായി. ഒന്ന് പാസ്റ്ററാണ്, ഞങ്ങളുടെ വർഷിപ്പേഴ്സാണ് 2 പേര്. ആ പുള്ളിയെ പിടിച്ചിട്ട് മറ്റേ അവരുടെ മ്യൂസിക്കിന്റെ 2 നോബ്സ് കണക്ട് ചെയ്യുന്ന റോഡുണ്ട്, അത് മറ്റേ സൈലൻസർ ഇല്ലാത്ത തോക്കാന്ന് വിചാരിച്ചിട്ട് പിടിച്ചു. പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് മുഴുവൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, എന്തിനാണുള്ളത്. അത് കഴിഞ്ഞ് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, there is something inside. ഞാൻ ആകെ വിഷമിച്ചു. എന്താ ഉള്ളത്? നെയിൽ കട്ടർ ഈസ് there. എന്റെ ദൈവമേ, നെയിൽ കട്ടർ അല്ല പ്രശ്നം. നെയിൽ കട്ടറിനകത്ത് ഒരു നൈഫ് ഉണ്ടെന്ന്. ഏത്? ഫോൾഡിങ്. ഞാൻ ഔട്ട്. എടുത്തു മാറ്റി, പെട്ടി തുറന്ന് എടുത്തു മാറ്റി.
തിരിച്ചു വെച്ചു. മദ്രാസിലെത്തി. സ്വസ്ഥമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അടുത്ത ക്യാബിൻ ചെക്കപ്പ്. വീണ്ടും പൊക്കി, വീണ്ടും പിടിച്ചു. പുള്ളി പറഞ്ഞു സിസേഴ്സ് ഇൻസൈഡ്. ഞാൻ വിചാരിച്ചു ബാഗ് സീസ് ചെയ്യുന്ന കേട്ടോ. സിസേഴ്സ് ഇൻസൈഡ്. മുടി വെട്ടുന്ന ചെറിയ കത്തിയുണ്ടെന്ന്. അതും മാറ്റി. എല്ലാച്ചാരും ഫ്ലൈറ്റ് കയറിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നെയിൽ കട്ടറും ഒരു സിസേഴ്സും എൻ്റെ യാത്രയ്ക്ക് തടസ്സമാകുമായിരുന്നുവെങ്കിൽ സിയോൻ യാത്രയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്കാനർ എന്തൊക്കെയാ സ്കാൻ ചെയ്യുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല പ്രിയരെ. ഹല്ലേലൂയ. The word we speak, നമ്മൾ പറയുന്ന വർത്തമാനം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭാവിയും ഭൂതവും ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം ഇത് സ്കാൻഡ് ഓവർ ദെയർ. ഹല്ലേലൂയ. ഇത് പറയുന്നത് ഭയത്തോട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ഞങ്ങളുടെ കോൺഫറൻസിന്റെ ടോപ്പിക്. ഇതായിരുന്നു എൻ്റെ കത്രയും നേർക്കെട്ടുമായിരുന്നു ആ കോൺഫറൻസിന്റെ ടോപ്പിക്കായിട്ട് മാറിയത്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പെർഫെക്റ്റ് അല്ലേ? ഇവിടുന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പ്ലെയിനിൽ കയറാൻ എനിക്ക് ഇത്രയും പാടാണെങ്കിൽ, കർത്താവ് വായിക്കുന്ന വാഹനത്തിൽ കയറണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഒരുക്കമുള്ളവനായിട്ട് മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേൾക്കുന്നേ ഇല്ല. ഇത് സത്യമായി പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ഇത് സത്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നെയിൽ കട്ടർ എൻ്റെ യാത്രയ്ക്ക് തടസ്സമാണെങ്കിൽ, ഒരു സിസേഴ്സ് എൻ്റെ യാത്രയ്ക്ക് തടസ്സമാണെങ്കിൽ, അത് എന്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു? ഹല്ലേലൂയ. ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. റിപ്പന്റ് എവറി ഡേ. അപ്പോസ്തല പ്രവൃത്തി 3:19 ഇങ്ങനെ പറയുന്നത്, റിപ്പന്റ് therefore and turn back that your sins may be blotted out. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും. യെശയ്യാ 1:16 മുതൽ 20 വരെ ഒന്ന് വായിക്കാം. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴി കാക്കുവിൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രവാചകൻ പ്രവചിച്ചു തന്നതാ. നമ്മൾ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ പ്രവാചകനാണ്. He said, thus says the Lord. ദൈവത്തിന്റെ വായ് ഇങ്ങനെ പറയുന്നു എന്നാ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രവാചകന്മാരെ പോലെ അല്ല. ഞാൻ പ്രവചിക്കട്ടെ എന്ന് പറഞ്ഞല്ല പ്രവചിക്കുന്നത്. Thus says the Lord. ദൈവം ഇങ്ങനെ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാ പ്രവചിച്ചു വരുന്നത്. ചോദിച്ചിട്ടല്ല. തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണു പോകുന്നത് എവിടെയാ? വ്യക്തമായിട്ട് വചനം പറയുന്നു ഈ സമയത്ത് ആരൊക്കെയാണ് രംഗത്ത് വരുന്നതെന്ന്. ഹല്ലേലൂയ. The gift of prophecy and the office of the prophet are different. Hallelujah. പ്രൊഫസിയുടെ വരവും അല്ലെങ്കിൽ പ്രവചനത്തിന്റെ വരവും ഓഫീസ് ഓഫ് ദ പ്രോഫറ്റ്, ദൈവത്തിന്റെ വായ പ്രോഫറ്റിന്റെ ഓഫീസും ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ടാണ്. അവിടെ സോഫ്റ്റ് സ്പോക്കൺനെസ് ഇല്ല. ദൈവത്തിന്റെ പ്രവാചകൻ കൽപ്പിക്കാനുള്ളത് ദൈവം കൽപ്പിക്കുന്ന പോലെ നമ്മോട് കൽപ്പിക്കും. അത് കഠിനമായിരിക്കും, അത് വേദനിപ്പിക്കും, അത് മുറിവേൽപ്പിക്കും. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വാളിന് ഒരു ഡയലൂഷനും ഇല്ല. The original prophet, the real one, the God himself speaking to us. അതിന് വെള്ളം ചേർത്ത് പറയുന്ന അനേകരെ നമുക്ക് കിട്ടും. നോ, അത് നമ്മുടെ രക്ഷയ്ക്കായിട്ടല്ല. ഹല്ലേലൂയ. ടിക്ലിംഗ് വേർഡ്സ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഹല്ലേലൂയ അഗാധ ഘട്ടത്തിലേക്കായിരിക്കും. ഹല്ലേലൂയ. അത് കേൾക്കാനാണ് നമുക്ക് ആവശ്യം, അത് കേൾക്കാനാണ് നമുക്ക് താല്പര്യം. നോ നോ നോ, അതല്ലേ അല്ല. ഫിയർ ഓഫ് ഗോഡ്,
ആ ഫിയർ ഓഫ് ഗോഡിനെ പോലും നമ്മൾ പറഞ്ഞു മാറ്റി. എന്താണെന്ന് അറിയാമോ? റെഫറൻസ് ആക്കി ഞങ്ങൾ ഒപ്പിച്ചു. ബഹുമാനമായ ഭയം. ഫിയർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവ ഭയം തന്നെയാണ്. ദൈവ ഭയം സഭയ്ക്കുള്ളിൽ വരണം. എവിടെയാ ആദ്യത്തെ ജസ്റ്റിസ് വരാൻ പോന്നെ? സഭയ്ക്കുള്ളിൽ. പുറത്തുള്ളടനല്ല, സഭയിൽ. അവൻ ന്യായവിധി ആദ്യം നടത്താൻ പോകുന്നത് സഭയ്ക്കുള്ളിലാ. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥയാണ് ഏറ്റവും കഠിനം. ഒന്ന് ആലോചിക്കേ. ഭയപ്പെടുത്താൻ പറയുന്നതല്ല, ഇത് സത്യമാണ്. ഈ സമയത്ത്, ഈ അന്ത്യകാല സമയത്ത്, എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി ഓൺ. വരാനുള്ളതല്ല, ഇറ്റ്സ് ഓൺ. ലക്ഷണങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. ഓൺ. ഈ സമയത്ത് ഇത് അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ എപ്പോഴറിയും, എപ്പോൾ കേൾക്കും, എപ്പോൾ നമ്മൾ മാറും? എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത്? ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 5:9. അവരുടെ വായി ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവും. 37, 30, 31. സങ്കീർത്തനം 37, 30, 31. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. He is there to protect us just because we are his possession. നമ്മൾ അവൻ്റെതായത് കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ അവൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആ സംരക്ഷണത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട്. നിന്റെ ഹൃദയം തുറന്നിരിക്കണം. നിന്റെ ഹൃദയം മാലിന്യം കൊണ്ട് നിറഞ്ഞതായിരിക്കരുത്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു? ഇന്നലെ ഞാൻ എന്താ ചെയ്ത്? ഇന്ന് ഞാൻ എന്താ ചെയ്ത്? ഇന്ന് ഇപ്പോൾ എൻ്റെ ചിന്ത എന്താണ്? ഞങ്ങൾ ഈ സഭയിൽ വന്ന സമയത്ത് സാംബാസിന്റെ ഒരു പ്രസംഗം ഞങ്ങൾ കേട്ടതാണ്. ഗോ ബാക്ക് ആൻഡ് റിപ്പന്റ് എന്ന്. നിങ്ങൾ കേട്ട് കാണും അത്. ഒരു റെയിൽവേ യാത്രക്കാരൻ പൈസ കൊടുക്കാതെ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന കാലത്തുള്ള കഥ. ആ ടിക്കറ്റ് എടുക്കാതെ ട്രെയിൻ യാത്ര ചെയ്തിട്ട് ജോലി കിട്ടി വലിയ ആളായപ്പോൾ റെയിൽവേക്ക് ആ പൈസ തിരിച്ചടയ്ക്കാനുണ്ടായ മാനസാന്തരം. ഹല്ലേലൂയ. കേട്ടിട്ടുണ്ടാകും. അങ്ങനെ റിപ്പന്റ് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം ഉണ്ടാകും? ഞാനും നിങ്ങളും വിൽ വി ക്യാച്ച് ദ ഫ്ലൈറ്റ്? ആ ഫ്ലൈറ്റ് പിടിക്കുമോ നമ്മൾ? ഓർക്കണം, ഇത് നമ്മുടെ മുമ്പുള്ള ഒരു പ്രശ്നം. റിപ്പൻറ്റൻസ് അനുദിനമാണ്. എവരി ഡേ. എൻ്റെ വാക്ക് തെറ്റിട്ടുണ്ടെങ്കിൽ റിപ്പൻറ്റ്, എൻ്റെ പ്രവൃത്തി തെറ്റിട്ടുണ്ടെങ്കിൽ റിപ്പൻറ്റ്, എൻ്റെ ചിന്ത തെറ്റിട്ടുണ്ടെങ്കിൽ റിപ്പൻറ്റ്. ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ഗ്രേസ് ഈസ് ഓൾമോസ്റ്റ് ഓവർ. അതിന് ശേഷം വരുന്നതാ റിപ്പൻറ്റൻസ്. അത് കഴിഞ്ഞാൽ കർത്താവും. അത് കഴിഞ്ഞ് പിന്നെ റിപ്പൻറ്റൻസിന് സമയമില്ല. പിന്നെ ഒരു ഗ്രേസ് ഇല്ല, പിന്നെ ഒരു ന്യായവിധി മാത്രമാണ് ഉള്ളത്. ഹല്ലേലൂയ. ഗലാത്യൻസ് 3:22 വായിച്ച വരി. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഹല്ലേലൂയ. ഒരു ഡിഫറൻസും ഇല്ല. വി ആർ ഓൾ ബോൺ അഗെയിൻ. ആ ബോൺ അഗെയിൻ്റെ വാക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ താഴെ ഇട്ട് ചവിട്ടി നശിപ്പിച്ചേക്കുക. ബോൺ അഗെയിൻ അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും ഇന്ന് നമുക്കറിയാതെ പോയിരിക്കുന്നു. വീണ്ടും ജനനം നിന്റെ ഹൃദയത്തിലും. ഹല്ലേലൂയ. കർത്താവിന്റെ ദാനമാത്. ഹല്ലേലൂയ. അതിനെയാണ് ഞാനും ബോൺ അഗെയിൻ ആണെന്ന് പറയത്തക്കണമാക്കിയിരിക്കുന്നത്. ഐ ആം ഓൾസോ ബോൺ അഗെയിൻ. എന്തിനു വേണ്ടി നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്? എന്താ കർത്താവ് ഇന്റൻഡ് ചെയ്ത്? അതിന് പോലും കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസമാണെങ്കിലോ? ആർ അവർ ലൈഫ് റിയലി എ ബോൺ അഗെയിൻ ലൈഫ്? വീണ്ടും ജനിച്ച ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഞാൻ വീണ്ടും ജനിച്ച ഓർത്തഡോക്സുകാരനാണ്. അർത്ഥം മനസ്സിലായല്ലോ? ഞാൻ പറയാതെ തന്നെ കൂടുതൽ പറയണ്ടല്ലോ. കല്യാണ മാർക്കറ്റിൽ ചെലവാക്കുന്ന സാധനമായിട്ട് മാറി ബോൺ അഗെയിൻ.
ഹല്ലേലൂയ. അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? നീ ബോണഗനായി കഴിഞ്ഞാല് യഹൂദനുമില്ല, യവനനുമില്ല, ദാസനുമില്ല, ദാസിയുമില്ല, ആണുമില്ല, പെണ്ണുമില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ഒന്ന് പറ്റുന്നുണ്ടോ നമുക്ക് ഒന്ന് മിങ്കിൾ ചെയ്യാൻ? എന്തെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന ക്രൈറ്റീരിയാസ്? സഹോദരനെ ഒന്ന് കൂട്ടിയണക്കാൻ, സഹോദരിയെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ. ചെറിയ നെയിൽ കട്ടറും ചെറിയ സിസേഴ്സും, വലിയ കാര്യമൊന്നുമില്ല. ഒരു ചെറിയ നെയിൽ കട്ടറും ഒരു ചെറിയ സിസേഴ്സും നിന്റെ അസസിനെ ബാധിക്കും. ദ വേ യു ഹാവ് ടു ഗോ അപ്പ് തടസ്സമാകും, നിനക്ക് പൊങ്ങാൻ പറ്റില്ല. ഹല്ലേലൂയ. ബി വാച്ച്ഫുൾ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാശകരമായിട്ടുള്ളത്, നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്? അതിനെ പിന്തള്ളാൻ നമുക്ക് കഴിയണം. ഒന്ന്, ഹല്ലേലൂയ, റിപ്പന്റൻസ് എന്ന വാക്ക് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഇറ്റ്സ് ഗോയിങ് ബാക്ക് ടു ദ ഹയർ റെലം ഫ്രം വേർ യു ആർ ഫോളൻ. നമ്മൾ വീണു പോയ ആ ഉന്നതമായ ആ സ്ഥാനത്ത് നിന്നേക്കുള്ള തിരിച്ചു പോക്കാണ് റിപ്പന്റൻസ്, അല്ലാതെ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കുന്നതല്ല. The intention is very clear. Repent and come back to me. Come back to my authority. Come back to my power. Come back to my anointing. Hallelujah. കർത്താവ് ആഗ്രഹിക്കുന്നതാ. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്ത ഇതായിരിക്കണം. ബിക്കോസ് ന്യായവിധി വരാൻ പോകുന്ന സഭയ്ക്കുള്ളിലാണ് ആദ്യം, പുറത്തല്ല. ഇറ്റ്സ് കമ്മിങ് ടു us. കേൾക്കുന്ന നിങ്ങളെക്കാളും 2 അടി കൂടുതൽ വാങ്ങിക്കേണ്ട ആളാ ഞാൻ. ഹല്ലേലൂയ. തെറ്റിപ്പോയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സ് തുറന്ന് കർത്താവിന്റെ സന്നദ്ധയിൽ ആത്മാർത്ഥമായി ഏറ്റുപറയാൻ ഈ ദിവസം, ഹല്ലേലൂയ, ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറയാൻ നമുക്ക് ഈ ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാനസാന്തരം. അതാണ് ഏറ്റവും വലിയ മാനസാന്തരം. എന്റെ കർത്താവിന്റെ വരവിൽ ഞാൻ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകാനുള്ളവനല്ല, അവന്റെ കൂടെ പാർക്കാനുള്ളതാ. അല്ലെങ്കിൽ if I miss the bus, I am out forever. എന്നേക്കും അതിനെ പിന്തള്ളപ്പെട്ടു. ഇനി ഒരു തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. ഞാൻ പോകുന്നത് അഗാധ ഘട്ടത്തിലേക്കാ, ഒരിക്കലും കിടാത്ത തീയിലേക്കാ. അവിടെ പല്ലുകടിയും കരച്ചിലും മാത്രമേ ഉള്ളത്. എന്റെ സന്തോഷ ഭവനത്തിൽ ആ മുറി ഒഴിഞ്ഞു കിടക്കും. അവിടെ അവൻ പണിഞ്ഞ, എനിക്ക് വേണ്ടി അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ, അവൻ വില കൊടുത്ത് വാങ്ങിച്ച ആ ഭവനം അത് കാലിയായി പോകും. ഇഫ് വി ആർ ഗോയിങ് ടു മിസ് ദ ബസ്. ഹംബിൾ ourselves. നമ്മളെ തന്നെ നമുക്ക് താഴ്ത്താം. കർത്താവ് നമ്മളെ പണിയുക, അവൻ നമ്മളെ പ്യൂരിഫൈ ചെയ്യുക, അവൻ നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ അവൻ ഹല്ലേലൂയ പ്യൂരിഫൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. റിപ്പന്റ്. ദൈവത്തിന്റെ ഗ്രേസ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ റിപ്പന്റൻസ് അത്യാവശ്യമാണ്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് റിപ്പന്റൻസ്. ഇറ്റ് ഇസ് കമ്മിങ് ബാക്ക് ടു ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ്. ഈ ഒരു അവസരം അതിനായിട്ട് മാറ്റാം നമുക്ക്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലക്ഷ്യം പിതാവിനോടൊപ്പമുള്ള നിത്യവാസമാണെന്നുണ്ടെങ്കിൽ ആ വാസത്തിന് ഒരുക്കമുള്ളവരാകട്ടെ. അങ്ങനെ നമുക്ക് ആയിത്തീരാൻ പ്രാർത്ഥിക്കാം. Let us prepare ourselves for the days we are in, not coming. Let us prepare ourselves for the days we are in, not coming. വരുന്ന ദിവസമല്ല, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ദിവസം. ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഭരണകൂടം നിങ്ങൾക്കെതിരെ, സാഹചര്യങ്ങൾ നമുക്കെതിരെ, പ്രകൃതി പോലും നമുക്കെതിരെ. പാപികളായതുകൊണ്ടല്ല അവർ മരണപ്പെട്ടത്. പശ്ചാത്താപിച്ചില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ്. ദൈവമായ കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഈ ദിവസം മനമുറി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് കർത്താവിനോട് പറയാം, കർത്താവെ, ചെറുതും വലുതുമായ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണമേ അപ്പ. ഹംബിൾ ഹാർട്ട്. ലെറ്റ് us pray to him. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.